الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജുമാ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞു. ജുമാ നിസ്കരിച്ചിട്ട് ആയെന്ന് പിന്നെ ചില സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. അതേപോലെ ചില ദിക്റുകൾ പറയലും സുന്നത്തുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സബഅ മർറാത്തിൻ. ജുമാ നിസ്കരിച്ചിട്ടായിരുന്നു പിന്നെ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ സൂറത്ത് സബഅ മർറാത്തിൻ 7 പ്രാവശ്യം പറഞ്ഞാൽ അആദഹുല്ലാഹു ബിഹാ മിനസ് സൂഇ ഇലൽ ജുമുഅത്തിൽ ഉഖ്റാ, അടുത്ത ജുമുഅ വരെ എല്ലാ സൂء നിട്ട്, എല്ലാ ബടക്ക് നിട്ട്, എല്ലാ ബേണ്ടാത്തിട്ട് ആ ഖുർആനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്താക്കും, കാവൽ നൽകും. ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, ജുമാ നിസ്കരിച്ചിട്ടായിട്ട് 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 7 വട്ടം ഓതിയാൽ അആദഹുല്ലാഹു ബിഹാ, ആ സൂറത്തിന്റെ കാരണം കൊണ്ട്, ആ സൂറത്തിന് ഓതിയ കാരണം കൊണ്ട് അള്ളാഹുവിനെ കാക്കും. എന്നിട്ട് മിനസ്സൂഇ, എല്ലാ പിടക്കല്ലെങ്കിൽ അപകട മുസീബത്ത് നിട്ട്, പാൻഡാത്തിരത്ത് നിട്ട് അള്ളാഹു നമ്മളെ കാക്കും. ഏതുവരെ കാക്കും? ഇലൽ ജുമുഅത്തിൽ ഉഖ്റാ, അടുത്ത ജുമുഅ വരെ. അവൻ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നിനും പെടുത്തൂല. ഇബ്ലീസിനെ ശ്രമത്തിൽ എന്താക്കും, കാക്കും എന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം അന്ന മൻ ഖറഅഹ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അതായത് ഈ ഹദീസിൽ പറയുന്നത്, നിസ്കാരം കഴിഞ്ഞ ദിവസം ഫാത്തിഹ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്, അതേപോലെ ഇഖ്ലാസ് ഓതൽ സുന്നത്തുണ്ട്, വൽ മുഅവ്വിദത്തൈൻ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. എത്ര വട്ടം? 7 വട്ടം. അങ്ങനെ 7 വട്ടം ഈ 4 സൂറത്ത് ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുന്നത്തുണ്ട്. അങ്ങനെ ഓതിയാൽ അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ന മൻ ഖറഅഹ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ഇതിനെ ഒരാൾ ഓതിയാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ, അവൻ്റെ ഈ ഓതിനെ കാട്ടി മുന്നോട്ട് എന്തെല്ലാം ചെറിയ ചെറിയ തപ്പുസ്വറാക്കിയിട, അതെല്ലാം അള്ളാഹുത്തല പുറത്തു കൊടുക്കും. ഇനി ആക്രമുള്ള തപ്പുസ്വറത്തിനെയും അള്ളാഹുത്തല പുറത്തു കൊടുക്കും. മാത്രമല്ല, ബിഅദദി മൻ ആമന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെ കൊണ്ടും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ എത്ര ഉണ്ട്? മുത്തനബിനെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ അന്നു മുതൽ ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്ത് എത്ര ആളുകളുണ്ട്? അവരെ എണ്ണം അനുസരിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൂലിയെ നൽകുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഫാത്തിഹ ഓതൽ സുന്നത്തുണ്ട്. ഈ പറഞ്ഞ കൂലി കിട്ടണമെങ്കിൽ ജുമാ നിസ്കാരത്തിന് ശേഷം ഒരു ഹദീസിൽ ഫാത്തിഹ ഓതണം, അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 7 വട്ടം ഓതിയാൽ അവർക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കും. അവർക്ക് മുത്തുനബിന്റെ ഉമ്മത്തികൾ, വിശ്വസിച്ച ഉമ്മത്തിയുടെ കണക്കനുസരിച്ചിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കും. അതേപോലെ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഒരാളോട് ഫാത്തിഹ സൂറത്ത് പറഞ്ഞിട്ടില്ല, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയാൽ അത് അടുത്ത ജുമുഅ വരെ എല്ലാ എല്ലാ വേണ്ടാത്തിട്ട്, ഒരു മനുഷ്യർക്ക് തൃപ്തിയില്ലാത്ത, അള്ളാഹുവിലേക്ക് പൊരുത്തമില്ലാത്ത എല്ലാ ബടക്ക് നിട്ടും അള്ളാഹുവിനെ കാക്കും. അപ്പം എന്ത് വേണം?
നാം ഫാത്തിഹ സൂറത്ത് ഓതും. പിന്നെ ടൈം എടുക്കണമെന്നില്ല. നമ്മൾ ദിക്റെല്ലാം കഴിഞ്ഞിട്ട് പലരും പുറത്ത് പോകുമ്പോൾ നമുക്ക് ഓതാം, പലരുടെ ചുറ്റും ഓതാം. അങ്ങനെ ഓതിയാൽ ഈ പ്രതിഫലം കിട്ടും. അള്ളാഹു ഇത് നമുക്ക് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ.